ബൂമറാങ് എന്ന് കേട്ടിട്ടില്ലേ? കർമ്മഫലം ബൂമറാങ് പോലെയാണ് വരിക. ദശരഥന്റെ കഥ ഇതിന് ഒരു ഉദാഹരണമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ചെറിയൊരു തീരുമാനം കൊണ്ടോ ചെറിയൊരു വാക്കുകൊണ്ടോ ഇതൊക്കെ അങ്ങോട്ട് മാറി മറിഞ്ഞാലോ? കുറച്ചുകൂടി സൈക്കോളജിക്കലായിട്ട് പറഞ്ഞ ദശരഥന് തന്റെ മക്കളോട്, പ്രത്യേകിച്ച് രാമനോട് ഒരു ഒബ്സസീവ് ലവ് ആണ്. കുറേ കാലം കാത്തിരുന്ന് കിട്ടിയത് കൊണ്ടായിരിക്കാം രാമന് ചെറിയൊരു പോറലേൽക്കുന്നത് പോലും ദശരഥന് താങ്ങാൻ വയ്യ. യാഗരക്ഷ ചെയ്യാൻ വിശ്വാമിത്ര മഹർഷി രാമനെ കൂട്ടാൻ വേണ്ടി വന്നപ്പോ, അയ്യോ എന്റെ മകന് പ്രായമായിട്ടില്ല, പകരം ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് കരയായിരുന്നു രാജാവ്. മാത്രല്ല രാമന്റെ കഴിവുകളും വില്ലൊടിക്കലും ഇതൊക്കെ പിന്നീട് കണ്ടു. എന്നിട്ടും ഈ പേടിക്ക് യാതൊരു മാറ്റം ഉണ്ടായില്ല. ഈ പേടി കൊണ്ട് തന്നെയാണ് രാമനെ തിടുക്കം കൂട്ടി രാജാവാക്കാൻ വേണ്ടി ദശരഥൻ ശ്രമിക്കണതും. കാരണം ഞാൻ മരിക്കുന്നതിന് മുൻപ് രാമനെ ഒന്ന് സെറ്റിലാക്കി കാണാലോ എന്നുള്ളൊരു ചിന്ത. ഈ അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് തന്നെയാണ് പിന്നീട് ദശരഥന്റെ മരണത്തിനും കാരണമായത്. അതുപോലെ തന്നെ സൂര്യവംശത്തിന്റെ രാജാവാണ് ദശരഥൻ. വാക്ക് പാലിക്കുക എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ്. കൈകേയിയുടെ വരയാചന വന്നപ്പോ വല്ലാത്തൊരു ഇമോഷണൽ ക്രൈസിസിലാണ് ദശരഥൻ ചെന്ന് പെടുന്നത്. കാരണം രാജധർമ്മം അനുസരിച്ച് കൈകേയിക്ക് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ അത് വംശത്തിന് തന്നെ നാണക്കേടാ. ഇനി പിതൃധർമ്മം അനുസരിച്ചോ, എങ്ങനെയാ ഞാൻ എൻ്റെ മകനെ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ മകനെ ചതിക്കും എന്നുള്ള ചിന്ത. അങ്ങനെ ദശരഥന്റെ അനുമതി ഇല്ലാതെ തന്നെ രാമൻ കാട്ടിലേക്ക് പോവാണ്. ഇതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തില് ദശരഥൻ ഒരു പാവമായിട്ട് മാറുന്നത്. കർമ്മഫലം എന്നുള്ളത് രാമായണം കൂടുതലായിട്ട് എടുത്തു കാണിക്കുന്നതാണ്. ശ്രവണകുമാരനെ വധിച്ചതിന്റെ ഒരു ശാപം ദശരഥന് കിട്ടിയിട്ടുണ്ട് വളരെ പണ്ട്. പക്ഷെ അതൊക്കെ ദശരഥൻ പോലും മറന്നു. ലൈഫൊക്കെ സെറ്റിൽഡ് ആയി വേറൊരു ലെവലിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം അതൊരു ബൂമറാങ് പോലെ ഇപ്പൊ തിരിച്ചു വരികയാണ്. രാമൻ കാട്ടിലേക്ക് പോയിട്ട് 6ാമത്തെ ദിവസം ദശരഥൻ മരണത്തിന് കീഴടങ്ങാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അത് നല്ലതായാലും ചീത്തയായാലും കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ എന്നുള്ള സത്യത്തിന് മുമ്പിൽ അവിടെ ദശരഥൻ പോലും മുട്ടുമടക്കേണ്ടി വരികയാണ്. മരണസമയത്ത് മക്കളാരും അടുത്തില്ല. ഭരതനും ശത്രുഘ്നനും നാട്ടിലില്ല, ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിലാണ്. അങ്ങനെ സമ്പാദിച്ചു കൂട്ടിയ ആഡംബരങ്ങളോ അല്ലെങ്കിൽ പണമോ ഒന്നും മരണസമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഉപകരിക്കില്ല എന്നുള്ളൊരു സത്യം കൂടി നമുക്കിവിടെ ബോധ്യപ്പെടുത്തി തരികയാണ് ദശരഥന്റെ ജീവിതം.